ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്ന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടക്കുന്ന മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. കൊൽക്കത്തൻ ക്ലബ്ബായ മുഹമ്മദ് നസിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 7:30 കൊച്ചി കലൂരിലെ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. സമീപകാലത്ത് മോശം പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നത്. ഒരു മുഖ്യ പരിശീലകന്റെ അഭാവം ക്ലബിനകത്തുണ്ട്. ഇതിനെയെല്ലാം തരണം ചെയ്യണമെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു വിജയം അനിവാര്യമാണ്. പക്ഷെ ആരാധകരെല്ലാവരും കടുത്ത പ്രതിഷേധങ്ങളിലാണ് ഇപ്പോൾ ഉള്ളത്. ക്ലബ്ബ് മാനേജ്മെന്റിനെതിരെ നാൾക്കുനാൾ പ്രതിഷേധം വർദ്ധിക്കുകയാണ്. മഞ്ഞപ്പട ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ ഇപ്പോൾ ഇറക്കിക്കഴിഞ്ഞു. കൂടാതെ ഈ മത്സരത്തിന്റെ ഭാഗമായി കൊണ്ട് ഒരുപാട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ ഇപ്പോൾ മഞ്ഞപ്പട തീരുമാനിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ അംഗങ്ങൾക്ക് അവർ നൽകുകയും ചെയ്തിട്ടുണ്ട്. സ്റ്റേഡിയത്തിന് പുറത്തും അകത്തും ഒരുപോലെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും എന്ന് മഞ്ഞപ്പട നേരത്തെ അറിയിച്ചിരുന്നു. പുറത്ത് വെച്ചുകൊണ്ട് സംഘടിപ്പിക്കുന്ന പ്രതിഷേധങ്ങളുടെ വിവരങ്ങൾ വെളിപ്പെടുത്താൻ അവർ തയ്യാറായിട്ടില്ല. പക്ഷേ സ്റ്റേഡിയത്തിന്റെ അകത്ത് വെച്ചുകൊണ്ട് നടത്തുന്ന പ്രതിഷേധങ്ങളുടെ വിവരങ്ങൾ അവർ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മഞ്ഞപ്പടയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. മുഹമ്മദൻ എസ്സിക്കെതിരെയുള്ള മത്സരത്തോടു കൂടി നമ്മുടെ പ്രതിഷേധം ആരംഭിക്കുകയാണ്. സെക്യൂരിറ്റി പ്രശ്നങ്ങൾ കാരണം സ്റ്റേഡിയത്തിന് പുറത്തുള്ള പ്രതിഷേധങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇപ്പോൾ നമുക്ക് വെളിപ്പെടുത്താൻ സാധിക്കില്ല. അത് വൈകിട്ട് 5 മണിക്കാണ് വിങ് ഗ്രൂപ്പുകൾ അറിയിക്കുക. സ്റ്റേഡിയത്തിനകത്ത് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ചില പ്രതിഷേധങ്ങളുണ്ട്. അതിങ്ങനെയാണ്. ഒന്നാമത്തേത്, ഈസ്റ്റ് ഗാലറിയിൽ നിന്ന് ഇനി ചാൻഡുകളോ ഡ്രംസോ ഉണ്ടാവില്ല. മാനേജ്മെന്റിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ നിശബ്ദരായി തുടരും. 2, മത്സരത്തിന് മുന്നേ തന്നെ മഞ്ഞപ്പടയുടെ ബാനറുകൾ നീക്കം ചെയ്യും. 3, മാനേജ്മെന്റിനെതിരെയുള്ള ചാൻഡുകൾ മാത്രമാണ് നമ്മൾ മുഴക്കുക. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുക എന്നത് ബുദ്ധിമുട്ടാണ്. മത്സരത്തിന് മുന്നേ സ്റ്റേഡിയത്തിന് പുറത്ത് വെച്ചുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതായിരിക്കും. ഇതാണ് മഞ്ഞപ്പട അവരുടെ അംഗങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശം. അതായത് മഞ്ഞപ്പട വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഒരു മത്സരത്തിൽ വിജയിച്ചാൽ പോലും അതിന് മാറ്റം ഉണ്ടാവില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.